നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ കെഎസ്യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. വിവാഹ ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ നീണ്ട നിരയെത്തി. അതീവ സുരക്ഷാ മേഖലയായ ചാവക്കാട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചാവക്കാട് മടപ്പൻ 26 വയസ്സുള്ള സൽമാൻ ഫാരിസിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സംഭവം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് അംഗീകാരം. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരിയിൽ കെഎസ്യു നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. മുഖംമൂടി ധരിപ്പിച്ച് കെഎസ്യു നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയ നടപടിയിൽ സിഐക്ക് വീഴ്ചപറ്റി എന്ന സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കയുടെ റിപ്പോർട്ട് ലഭിച്ചയുടൻ ഷാജഹാനെ അടിയന്തരമായി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തിയ ശേഷമാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി SHO സ്ഥാനത്തു നിന്നും നീക്കിയത്. ഇയാൾക്ക് പുതിയ ചുമതലകൾ നൽകിയിട്ടില്ല. ഒരു മാസം മുമ്പ് നടന്ന SFI KSU സംഘർഷത്തിൽ 3 SFI പ്രവർത്തകർക്കും ചില KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതിനെ തുടർന്നാണ് KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KA അസ്ലം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. തുടർന്ന് ഒളിവിലായിരുന്ന 3 പ്രതികളെയും വിവിധ ഇടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ മുഖംമൂടി ധരിപ്പിച്ചായിരുന്നു വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയത്. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച പോലീസ് നടപടിയെ കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് ഇവരെ മുഖംമൂടി ധരിപ്പിച്ചിരിക്കുന്നതെന്നായിരുന്നു കോടതി ചോദിച്ചത്. എന്നാൽ തിരിച്ചറിയൽ പരേഡ് ഉള്ളതിനാലാണ് മുഖംമൂടി ധരിപ്പിച്ചതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. തിരികെ കോടതിയിൽ നിന്നും കൊണ്ടുപോയപ്പോഴും മുഖംമൂടി മാറ്റാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസും KSUവും രംഗത്തു വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU മാർച്ച് സംഘടിപ്പിക്കുകയും DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മുഖംമൂടി മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. രാവിലെ 7-നും 7:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. തുടർന്ന് ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിവാഹ ചടങ്ങുകൾ നടത്തി. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിലെത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സന്ദീപ് വാര്യർ, നിയമപോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂർ, മറ്റു പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നേതാക്കളായ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഉന്നത കോൺഗ്രസ് നേതൃത്വം വിവാഹ വിരുന്നിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് നടന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുത്ത പ്രതിഷേധ സമ്മേളനത്തിൽ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്റെ 2 പവൻ സ്വർണ്ണമാല വേദിയിൽ വെച്ച് വിവാഹ സമ്മാനമായി സുജിത്തിന് നൽകിയിരുന്നു. ഇത് വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ MP സമ്മാനമായി സ്വർണ്ണ മോതിരവും സുജിത്തിന് നൽകിയിരുന്നു. നിയമസഭ നടക്കുന്നതിനാൽ പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിരുന്നു. നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് പുരസ്കാരം. കേച്ചേരി നാദബ്രഹ്മ അക്കാദമി കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തുന്ന ധീഷണശാലികൾക്ക് വർഷം തോറും നൽകിവരുന്ന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. നാദബ്രഹ്മ അക്കാദമിയുടെ 26ാമത് പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനമാണ് ഡയറക്ടർ ഡോക്ടർ പ്രേമൻ P. രാഘവൻ നടത്തിയത്. നാടകരംഗത്ത് നിന്നും മണിയപ്പൻ ആറന്മുള, നാടകം നാടൻ കലാമേഖലയിൽ നിന്ന് പോൾസൺ താണിക്കൽ, സാഹിത്യരംഗത്ത് നിന്നും CG അശോകൻ, മൃദംഗ കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാർ, ചെണ്ട കലാകാരൻ ഇരിങ്ങപ്പുറം ബാബു എന്നിവരാണ്
ഈ വർഷത്തെ മറ്റു പുരസ്കാര ജേതാക്കൾ. ഒക്ടോബർ 2-ന് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് KP അജയ്കുമാറിന്റെ അധ്യക്ഷതയിൽ കേച്ചേരിയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കവി ഡോക്ടർ C. രാവുണ്ണി പുരസ്കാര സമർപ്പണം നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ചാവക്കാട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ട് പൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചാവക്കാട് മടപ്പൻ 26 വയസ്സുള്ള സൽമാൻ ഫാരിസാണ് ഗുണ്ട് പൊട്ടിച്ച് പരിഭ്രാന്തി പരത്തിയത്. വലതു കൈപ്പത്തി തകർന്ന യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ലൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ മുകളിൽ കയറിയതായിരുന്നു സൽമാൻ ഫാരിസ് ഉൾപ്പെടെയുള്ള സംഘം. തുടർന്ന് ഇവർ ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്ന് ഗുണ്ട് പൊട്ടിക്കുകയായിരുന്നു. പൊട്ടിത്തെറി ശബ്ദം കേട്ടതോടെ ജനം പരിഭ്രാന്തിയിലായി. ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിയപ്പോഴേക്കും പരിക്കേറ്റ യുവാവുമായി കൂടെയുണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് പോയിരുന്നു. റീൽസ് ചിത്രീകരിക്കാനാണ് സംഘം ഗുണ്ടുമായി ലൈറ്റ് ഹൌസിന് മുകളിൽ കയറിയതെന്നാണ് വിവരം. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നരിമടയിൽ വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ കേസിലെ മുഖ്യപ്രതി ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. വടക്കേക്കാട് സ്വദേശി ജാസിറാണ് വയനാട് വെച്ച് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ആഗസ്റ്റ് 16-നാണ് കേസിനാസ്പദമായ സംഭവം. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നരിമട പ്രദേശത്ത് വീട് വാടകയ്ക്കെടുത്ത് മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതായി പോലീസിനു ലഭിച്ച രഹസ്യവിവരപ്രകാരം നടത്തിയ പരിശോധനയിൽ 70 ഗ്രാം MDMAയും 3750 പാക്കറ്റ് ഹാൻസും കണ്ടെടുക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ മുഖ്യപ്രതി ജാസിറാണെന്ന് പോലീസിന് മനസ്സിലായത്. വീട് വാടകയ്ക്കെടുത്തതും MDMA വീട്ടിലെത്തിച്ചിരുന്നതും ജാസിറായിരുന്നു. വീട്ടിൽ വെച്ച് MDMA ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകി വിൽപ്പന നടത്തുകയായിരുന്നു പ്രതികൾ. കൂട്ടാളികൾ പിടിയിലായതറിഞ്ഞ ജാസിർ അന്നുമുതൽ ഒളിവിലായിരുന്നു. ഇയാൾ കോയമ്പത്തൂർ ആനക്കട്ടി ഭാഗങ്ങളിലുണ്ടെന്ന വിവരം ലഭിച്ചതുപ്രകാരം അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തെ കണ്ട് പ്രതി കാറുപേക്ഷിച്ച് രക്ഷപ്പെട്ടു. തുടർന്നു നടത്തിയ അന്വേഷണത്തിൽ ജാസിർ വയനാട്ടിലുണ്ടെന്നു കണ്ടെത്തി SI ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സുൽത്താൻ ബത്തേരിയിലെത്തി ബത്തേരി പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുമ്പ് കുന്നംകുളം സ്റ്റേഷനിൽ മയക്കുമരുന്നു കേസിൽ പിടിയിലായതോടെ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ പ്രതി അനിയൻ റസലിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് അതിലൂടെയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തിയിരുന്നത്. ഈ അക്കൗണ്ടിലൂടെ ചുരുങ്ങിയ കാലയളവിൽ 25 ലക്ഷം രൂപയോളം ഇടപാട് നടന്നതായി കണ്ടെത്തിയ പോലീസ് അക്കൗണ്ട് മരവിപ്പിക്കുകയും റസലിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ DYSP മനോജ് കുമാർ പ്രതിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഇൻസ്പെക്ടർ M. മഹേന്ദ്രസിംഹന്റെ നേതൃത്വത്തിൽ SI ശ്രീലാൽ, ASI റഷീദ്, സ്ക്വാഡംഗങ്ങളായ SCPOമാരായ നൌഷാദ് ഖാൻ, സജിത്, സഞ്ജിത്ത്, കമൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിലേക്ക് പഴഞ്ഞി വൺവേയിൽ വാഹനം നിയന്ത്രിച്ചിരുന്ന പ്രവർത്തകരെ ധിക്കരിച്ച് ഘോഷയാത്രയ്ക്കിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ബാലഗോകുലം കാട്ടകമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശരത് ജെറുസലേമും സംഘവുമാണ് ഇതിന് പിന്നിലെന്നും മാതൃകാപരമായ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണമെന്നും ബാലഗോകുലം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു. പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആന്റണി ജോസഫ് നെറ്റോ നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു, സുരേഷ് കരുമത്തിൽ, ലിസി വർഗീസ്, സീമ ഷാജു, ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു, നൂൺമീൽ ഓഫീസർ ജിൻസ് ലാസറസ്, പ്രധാനാധ്യാപകൻ K. സജീന്ദ്രൻ മോഹൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, ഷാജി കാക്കശ്ശേരി, പ്രിൻസി തോമസ് എന്നിവർ സംസാരിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ നീക്കിവെച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാലയങ്ങളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത് എളവള്ളി ഗ്രാമപഞ്ചായത്താണ്. മർത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിന്റെ കീഴിലുള്ള പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വെള്ളിത്തിരുത്തി കുരിശുപള്ളി പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച സന്ധ്യാ നമസ്കാരത്തിനു ശേഷം ഇടവക വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ കൊടിയേറ്റി. ഇടവക കൈസ്ഥാനി തോമസ് CS, ഇടവക സെക്രട്ടറി ഗ്രേസി ജോയ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 20, 21 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം.
പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള കോട്ടോൽ യെൽദോ മാർ ബസേലിയോസ് ബാവയുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടിയേറി. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം പഴഞ്ഞി കത്തീഡ്രൽ വികാരി ഫാദർ ജോൺ ഐസക്കാണ് കൊടിയേറ്റിയത്. സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സഹകാർമ്മികനായി. പഴഞ്ഞി കത്തീഡ്രൽ ട്രസ്റ്റി സാംസൺ എസ് പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, വാർഡ് കമ്മിറ്റി അംഗം വി രാജൻ, കുരിശുപള്ളി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ചെണ്ടമേളമുണ്ടായിരുന്നു. സെപ്റ്റംബർ 20-21 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ചൂണ്ടൽ പഞ്ചായത്തിലെ അങ്കണവാടി കുരുന്നുകളുടെ കലോത്സവം അരങ്ങേറി. കിളിക്കൊഞ്ചൽ എന്ന പേരിൽ കേച്ചേരി അനുഗ പാലസിൽ നടന്ന കലോത്സവം സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി.കെ. വാസു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം A.V. വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.T. ജോസ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് വിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ICDS ഓഫീസർ ഷൈനി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 30 അങ്കണവാടികളിൽ നിന്നായി 260-ലേറെ കുരുന്നുകളാണ് കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി ദിവസ് ആചരിച്ചു. 1949 സെപ്റ്റംബർ 14-നായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചത്. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ദിനാചരണം വിദ്യാർത്ഥികൾക്ക് സഹായകമാകുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ഹിന്ദി ഭാഷയുടെ ചരിത്രം, സാഹിത്യം, സവിശേഷതകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും പ്രസംഗം, കവിതാപാരായണം, സമൂഹഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C. രാധാമണി, അധ്യാപകരായ E. ഷീജ, M. സജിത, സുന്ദർ വർഗീസ്, ജിനു ജോബ്സൺ, V. നിത്യ, UB രാഖി വിറ്റി എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. അന്തിക്കാട് CITU ഓഫീസിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷയായി. CPIM ഏരിയ സെക്രട്ടറി P.A. രമേശൻ, ഏരിയ കമ്മിറ്റി അംഗം A.V. ശ്രീവത്സൻ, മഹിളാ അസോസിയേഷൻ ഏരിയ ഭാരവാഹികളായ ഷീജ രാജീവ്, ഗീത ഭരതൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി A.V. ശ്രീവത്സൻ ചെയർമാൻ, ഷീജ രാജീവ് കൺവീനർ, ജ്യോതി രാമൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഒക്ടോബർ 4-ന് അന്തിക്കാട് വെച്ചാണ് മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്. ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് ഇടവകയിൽ ഇടവക ദിനം ആഘോഷിച്ചു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, മദ്ബഹ സംഘം, ഇടവക ഗായിക സംഘം എന്നിവരെ മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. തുടർന്ന് ഉച്ചഭക്ഷണവും കലാപരിപാടികളും ഉണ്ടായി. വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഇടവക സെക്രട്ടറി രാജു, ട്രഷറർ ബോബൻ സിപ്പോൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന ദിനാഘോഷം എരുമപ്പെട്ടി ഫൊറോന വിശ്വാസ് പരിശീലന പ്രൊമോട്ടർ ഫാദർ റിജോ വിധേയത്തിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പോളറക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി, കൈക്കാരൻ ബാസ്റ്റ്യൻ മണലിൽ, PTA പ്രസിഡന്റ് ഡയസ് മണലിൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിശ്വാസ പരിശീലന രംഗത്ത് 35 വർഷം സേവനം പൂർത്തിയാക്കിയ ആലിസ് ടീച്ചറെയും അതിരൂപതാ തലത്തിൽ ACC 5ാം റാങ്ക് നേടിയ ഹരിത സോണിയെയും യോഗത്തിൽ ആദരിച്ചു. ACC വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ്, എൻഡോമെന്റ് വിതരണം, കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കും മുഴുവൻ ഹാജരുള്ള അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള സമ്മാന വിതരണം, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായി. ദേശീയ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 41ാം ജന്മദിനം കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. മുൻ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാട്ടകാമ്പാൽ YMCA സെന്ററിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ധന്യ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ കൗസല്യ പെങ്ങാമുക്ക്, സന്ധ്യ ഷിബു, ഉമാദേവി, ലളിത ജനാർദ്ദനൻ, ജയലക്ഷ്മി ജയൻ, ദിവ്യ ജയശങ്കർ, ജൈനി സാംസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ധന്യ മണികണ്ഠൻ പതാക ഉയർത്തി. മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുക്കലും ഉണ്ടായി. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് സംഘടിപ്പിച്ച ഓണാഘോഷം കവിയും കഥാകൃത്തുമായ അഹമ്മദ് മുയിനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രസ് പ്രസിഡന്റ് KH ഹനീഫ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രസ് രക്ഷാധികാരികളായ VK മുഹമ്മദ്, V മായിൻകുട്ടി, AK മൊയ്തുണ്ണി, ഷാഹിദ് കൊപ്പര, പ്രോഗ്രസ് ജനറൽ സെക്രട്ടറി KM ഷാഹു, ഭാരവാഹികളായ MM ജബ്ബാർ, KCM ബാദുഷ, അഷ്കർ സാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ മത്സരങ്ങളുമുണ്ടായി. കാണികളുടെ കണ്ണിനും കാതിനും കുളിർമ പകർന്ന വർണ്ണമഴയും ഒരുക്കിയിരുന്നു.
ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും. നേരു വളർന്നൊരു തൊടിയിൽ, വേര് നടന്നൊരു വഴിയിൽ, പേരറിയാത്ത കിളികൾ, പോരറിയാത്ത ചെടികൾ. വടക്കേക്കാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ക്ഷേത്രം ചെയർമാൻ രാധാകൃഷ്ണൻ പലക്കിഴി അധ്യക്ഷനായ യോഗത്തിൽ വേദപണ്ഡിതൻ നാരായണൻ നമ്പൂതിരി സപ്താഹം ഉദ്ഘാടനം നിർവഹിച്ചു. KP നമ്പൂതിരീസ് ആയുർവേദിക് മാനേജിംഗ് ഡയറക്ടർ ഭവദാസ് ഭാഗവത സമർപ്പണം നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ രാജൻ, ക്ഷേത്രം മാതൃസമിതി ട്രഷറർ സരസ്വതി എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർ മണിക്കുട്ടൻ മാളിയേക്കൽ സ്വാഗതവും ക്ഷേത്രം ക്ലർക്ക് സുധാകരൻ വയലേരി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഭാഗവതാചാര്യൻ മണികണ്ഠ വാര്യർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്ര നടത്തി. വിശദാംശങ്ങളിലേക്ക്. പുന്നയൂർ മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. ശോഭയാത്ര എടക്കര മിനി സെന്ററിൽ നിന്ന് ആരംഭിച്ച് പാവിട്ടാംകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിച്ചു. ശോഭയാത്രയ്ക്ക് CS രാജീവ്, E പ്രജിത്ത്, E നിമേഷ്, അമൽ, ബബീഷ്, സാജു, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. ശോഭയാത്ര കുമാരൻപടി കളത്തിങ്ങൽ കാവിൽ നിന്ന് ആരംഭിച്ച് സുബ്രഹ്മണ്യ ശാസ്ത ക്ഷേത്രത്തിൽ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ ബാലഗോകുലം രക്ഷാധികാരി സിനു പ്രതീഷ്, അധ്യക്ഷൻ ചന്ദ്രശേഖരൻ കറുത്തേടത്ത്, വിശ്വനാഥ് സരസ്വതി, മോഹനൻ KK എന്നിവർ നേതൃത്വം നൽകി. വിവേകാനന്ദ ബാലഗോകുലം അധ്യക്ഷ അശ്വിനി ബിനോയ്, ഉപാധ്യക്ഷ ബിനീഷ ശ്രീനിഷ്, ശാഖ കാര്യവ്, കടിക്കാട് മണ്ഡലം ബൗദ്ധിക് പ്രഭു ഷിജിത്ത് എന്നിവർ നേതൃത്വം വഹിച്ചു. കടവലൂർ മേഖലയിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര നടത്തി. എടയൂർ ലക്ഷ്മണസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രം, വടക്കുമുറി വിഷ്ണുമായ ഭഗവതി ക്ഷേത്രം, വടക്കേക്കോട്ടോൽ മണികണ്ഠസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും രാധാകൃഷ്ണ വേഷമണിഞ്ഞവരും നൂറുകണക്കിന് ഗോപികമാരും അണിനിരന്ന മഹാശോഭയാത്ര ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിൽ സംഗമിച്ചു. തുടർന്ന് ഗോപികാ നൃത്തം, ഉറിയടി എന്നിവയുമുണ്ടായി. പുന്നൂക്കാവ് അമ്പാടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജയും ഗോപാലകരെ ആദരിക്കലും നടത്തി. ക്ഷേത്രം സെക്രട്ടറി അശോകൻ വെള്ളമാക്കൽ, ബാലഗോകുലം രക്ഷാധികാരി കൊച്ചുകുട്ടൻ എന്നിവർ ഗോപാലകരെ ആദരിച്ചു. ബാബു അയോധ്യ ബാലഗോകുലം താലൂക്ക് സമിതി അംഗം സുമിത്ത് വെള്ളമാക്കൽ, ഗോവിന്ദാറ്റുപുരത്ത് ഗംഗാധരൻ വെള്ളമാക്കൽ, അക്ഷയ് മുള്ളത്ത് എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപകരായ വിജയൻ, മുകേഷ്, രാധാകൃഷ്ണൻ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. രജിസ്റ്റർ ചെയ്ത 60ഓളം പേരിൽ പരിശോധനയ്ക്ക് ശേഷം 40 പേരുടെ രക്തമാണ് സ്വീകരിച്ചത്. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ജ്യോതി, സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സണും NSS 2ാം വർഷ വോളണ്ടിയറുമായ നിരഞ്ജന, പ്രോഗ്രാം ഓഫീസർ രമ്യ എന്നിവർ സംസാരിച്ചു. പൊറവൂർ കോംപ്ലക്സ് റോഡിന്റെ അവഗണനയ്ക്കെതിരെ സമരവും സേവനവുമായി വെൽഫെയർ പാർട്ടി പ്രവർത്തകർ. 10ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പൊറവൂർ കോംപ്ലക്സ് മസ്ജിദ് റോഡ് വർഷങ്ങളായി ടാർ ചെയ്യാത്തതിലും നിലവിലെ പൊറവൂർ റോഡിന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി പൊറവൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡിലെ പാഴ്ചെടികൾ വെട്ടിമാറ്റിയും മാലിന്യങ്ങൾ നീക്കം ചെയ്തും പുതിയ സമരമാതൃക തീർത്തു. യൂണിറ്റ് പ്രസിഡന്റ് PS ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം MH റഫീഖ് അധ്യക്ഷത വഹിച്ചു. ഹിഷാം താലിബ്, CA കമാലുദ്ദീൻ, ഷംസുദ്ദീൻ, MN സലാഹുദ്ദീൻ, RP ജലീൽ, മൈമൂന കുഞ്ഞിബാപ്പു, ഹമീദ് പട്ടിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദിനി പാലക്കൽ, സേവാദൾ മഹിളാ സംസ്ഥാന സെക്രട്ടറി സുജാത തുളസി, ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ്, വാർഡ് മെമ്പർ MC ഐജു, NK കബീർ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി. കുടുംബശ്രീ സംരംഭം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന യൂണിറ്റുകൾക്ക് എങ്ങനെ ഓരോ പ്രൊജക്റ്റുകളും ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന ട്രെയിനിംഗ് പ്രോഗ്രാമിൽ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് സതീലത ക്ലാസ് എടുത്തു. പഞ്ചായത്തിലെ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്തു.
എരുമപ്പെട്ടി ആറ്റത്ര ഇടവക സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഷിൻഡോ മാത്യു ഉദ്ഘാടനം ചെയ്തു. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി അധ്യക്ഷനായി. ആറ്റത്ര സ്നേഹജ്യോതി കോൺവെന്റ് മദർ ലിറ്റി ജോസഫ് CSS, ഇടവക കേന്ദ്ര സമിതി സെക്രട്ടറി സൂര്യ ജെയിംസ്, നടത്തുകൈക്കാരൻ NF റെഡ്ഡി, ഫൊറോന കുടുംബ കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി AF രാജൻ, യൂണിറ്റ് പ്രസിഡന്റ് AJ സജി, AJ ജെയ്സൺ, റീന വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചാട്ടുകുളത്തിൽ മൃതദേഹം കണ്ടെത്തി. 70 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം മൃതദേഹം പുറത്തെടുത്തു. കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി അജ്ഞാതയായ സ്ത്രീയെ പരിസര പ്രദേശങ്ങളിൽ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ കുന്നംകുളം പോലീസും വാർഡ് കൗൺസിലർ പ്രിയ സജീഷും സ്ഥലത്തെത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 135 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാനെ സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റം. കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ ശ്രദ്ധ നേടിയ കുന്നംകുളം കാണിപ്പയൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. വിവാഹ ചടങ്ങിലും വിരുന്നിലും പങ്കെടുക്കാൻ കോൺഗ്രസ് ഉന്നത നേതാക്കളുടെ നീണ്ട നിരയെത്തി. അതീവ സുരക്ഷാ മേഖലയായ ചാവക്കാട് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടുപൊട്ടിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു. കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചാവക്കാട് മടയപ്പൻ 26 വയസ്സുള്ള സൽമാൻ ഫാരിസിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. സംഭവം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ. നാദബ്രഹ്മ പുരസ്കാരം ജോസ് മാളിയേക്കലിന്. CCTV റിപ്പോർട്ടറും കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ജോസ് മാളിയേക്കലിന് മാധ്യമരംഗത്തെ മികവിനാണ് അംഗീകാരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.